Hi all, welcome to Electrical Space. Yes, it's a good space for electrical. I'm Shamli. Now I'm going to discuss ITI Electrician Question Paper 2019 Part 2. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ പാർട്ട് 2-ൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രീഷ്യൻ തിയറിയുടെ സെമസ്റ്റർ 4-ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 26 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 1-ൽ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 26. The current carrying capacity of cables in DC is more than that in AC, mainly due to dash. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഡി സിയിലെ കേബിളിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എ സിയിലതിനേക്കാളും മോറാണ്, കൂടുതലാണ്. അതിൻ്റെ മെയിൻ റീസൺ അതെന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് നമുക്ക് ഡി സിയിലുള്ള കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കേബിൾ ഇൻ ഡി സിയിലുള്ള കേബിളിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി എ സിയിലുള്ളതിനേക്കാളും കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ആബ്സെൻസ് ഓഫ് ഹാർമോണിക്സിൻ്റെ ആബ്സെൻസ് കാരണം. ഓപ്ഷൻ ബി, നോൺ എക്സിസ്റ്റൻസ് ഓഫ് എനി സ്റ്റെബിലിറ്റി ലിമിറ്റ്, ഒരു സ്റ്റെബിലിറ്റി ലിമിറ്റൊന്നും എക്സിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട്. ഓപ്ഷൻ സി, സ്മോളർ ഡൈ ഇലക്ട്രിക് ലോസ്. ഓപ്ഷൻ ഡി, ആബ്സെൻസ് ഓഫ് റിപ്പിൾസ് ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്മോളർ ഡൈഇലക്ട്രിക് ലോസ്. അപ്പോൾ ഡൈഇലക്ട്രിക് ലോസ് സ്മോളർ ആയതുകൊണ്ടാണ് നമ്മൾക്ക് എ സിയിലുള്ളതിനേക്കാളും ഡി സിയിലുള്ള കേബിളിൽ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കൂടുതലാവാൻ കാരണം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 27. The minimum dielectric stress in a cable is at dash. അതായത് ഒരു കേബിളിൻ്റെ മിനിമം ഡൈഇലക്ട്രിക് സ്ട്രെസ് എവിടെയായിരിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് പാർട്ട് ആയിട്ടായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ, ആർമർ. ഓപ്ഷൻ ബി, ബെഡിങ്. ഓപ്ഷൻ സി, കണ്ടക്ടർ സർഫസ്. ഓപ്ഷൻ ഡി, ലെഡ് ഷീത്ത്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ലെഡ് ഷീത്ത്. അപ്പോൾ ലെഡ് ഷീത്തിലാണ് നമുക്ക് ഒരു കേബിളിൽ മിനിമം ഡൈഇലക്ട്രിക് സ്ട്രെസ് അനുഭവപ്പെടുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28. Which of the following fuel material occurred naturally? താഴെ തന്നിട്ടുള്ളത് നമുക്ക് ഏത് ഫ്യൂവൽ മെറ്റീരിയലാണ് നാച്ചുറലി ഒക്കേർഡ് ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, U-235. ഓപ്ഷൻ ബി, Pu-239. ഓപ്ഷൻ സി, Pu-241. ഓപ്ഷൻ ഡി, U-233. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, U-235. അതായത് യുറാനിയം 235 ആണ് നമുക്ക് നാച്ചുറലി ഒക്കേർഡ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ മെറ്റീരിയൽ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 29. ദ ഫങ്ഷൻ ഓഫ് എ മോഡറേറ്റർ ഈസ് ടു ഡാഷ്. അതായത് ഒരു മോഡറേറ്ററിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, അബ്സോർബ് ദ പാർട്ട് ഓഫ് ദി കൈനറ്റിക് എനർജി ഓഫ് ദ ന്യൂട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഒരു പാർട്ടിനെ അബ്സോർബ് ചെയ്യുക. ഓപ്ഷൻ ബി, എക്സ്ട്രാക്ട് ദ ഹീറ്റിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുക. ഓപ്ഷൻ സി, റിഫ്ലക്റ്റ് ബാക്ക് സം ഓഫ് ദി ന്യൂട്രോൺസ്, കുറച്ച് ന്യൂട്രോൺസിനെ റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്ഷൻ ഡി, സ്റ്റാർട്ട് ദി റിയാക്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് മോഡറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ മോഡറേറ്ററിൻ്റെ ഫങ്ഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അബ്സോർബ് ദ പാർട്ട് ഓഫ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ന്യൂട്രോൺസ്. അതായത് ന്യൂട്രോൺസിൻ്റെ കൈനറ്റിക് എനർജിൻ്റെ ഒരു പാർട്ടിനെ അബ്സോർബ് ചെയ്യുക, അങ്ങനെ എന്താ പറയുക, അവിടെയുള്ള ആ ഒരു റിയാക്ഷൻ ഒന്ന് മോഡറേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ മോഡറേറ്ററിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് മോഡറേറ്റർ? നമ്മൾ താഴെ തന്നിട്ടില്ലല്ലോ, മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കാത്തത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, വാട്ടർ. ഓപ്ഷൻ ബി, ഹെവി വാട്ടർ. ഓപ്ഷൻ സി, ഗ്രാഫൈറ്റ്. ഓപ്ഷൻ ഡി, ബോറോൺ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കാത്ത മെറ്റീരിയൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോറോൺ ആണ് കറക്റ്റ് ആൻസർ.
ഓക്കെ, ബാക്കി നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ള വാട്ടർ, അതുപോലെ ഹെവി വാട്ടർ, ഗ്രാഫൈറ്റ് ഒക്കെ നമുക്ക് മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതുകൂടാതെ ബെറിലിയം, അതുപോലെ ഹൈഡ്രോ കാർബൺ ഒക്കെ മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബോറോൺ ആണ് ആക്ച്വലി ഇവിടെ നമുക്ക് മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കാത്ത ഒരു മെറ്റീരിയൽ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 31. When the control rods are inserted into the reactor, K, that is multiplication factor, becomes dash. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളതാണ് ഒരു കൺട്രോൾ റോഡ് റിയാക്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കെ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി ഗ്രേറ്റർ ദാൻ 1, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി ലെസ് ദാൻ 1. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ലെസ് ദാൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 32. Which of the following power plants is the least reliable? ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾക്ക് തന്നിട്ടുള്ള പവർ പ്ലാന്റിലെ ഏറ്റവും ലീസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള പവർ പ്ലാന്റ് ഏതാണ്? ഓപ്ഷൻ എ വിൻഡ്, ഓപ്ഷൻ ബി ടൈഡൽ, ഓപ്ഷൻ സി ജിയോതെർമൽ, ഓപ്ഷൻ ഡി സോളാർ. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വിൻഡ് ആണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള പവർ പ്ലാന്റ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 33. വിച്ച് ഓഫ് ദ ഫോളോവിങ് പവർ പ്ലാന്റ്സ് ഈസ് ദ മോസ്റ്റ് റിലയബിൾ? അപ്പോൾ നമുക്ക് കണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ലീസ്റ്റ് റിലയബിൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ളതും ഒരുമിച്ച് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ഓക്കെ മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള പവർ പ്ലാന്റ് എന്താണെന്നാണ് ഈ ഒരു 33, ക്വസ്റ്റ്യൻ നമ്പർ 33. ഓക്കെ, ഹിയർ options: option A diesel, option B hydroelectric, option C steam, option D tidal. Here correct answer option D hydroelectric power plant. Hydroelectric power plant ആണ് ഏറ്റവും മോസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള പവർ പ്ലാന്റ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 34. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂഷ്വലി നോട്ട് ദ ജനറേറ്റിംഗ് വോൾട്ടേജ്? അപ്പോൾ തന്നിട്ടുള്ളതിൽ നമുക്ക് ജനറേറ്റിംഗ് വോൾട്ടേജ് അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ 6.6 kV, ഓപ്ഷൻ ബി 11 kV, ഓപ്ഷൻ സി 12.5 kV, ഓപ്ഷൻ ഡി 13.2 kV. ഇപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ജനറേറ്റിംഗ് വോൾട്ടേജ് അല്ലാത്തത്, നോട്ട് ദ ജനറേറ്റിംഗ് വോൾട്ടേജ്. ഓക്കെ, ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 12.5 kV ആണ് കറക്റ്റ് ആൻസർ. അതായത് ജനറേറ്റിംഗ് വോൾട്ടേജ് നമ്മൾ കോമൺ ആയിട്ട് ജനറേറ്റിംഗ് വോൾട്ടേജ് അല്ലാത്തത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 35. ക്വസ്റ്റ്യൻ ഇതാണ്, ബേസിക് എലമെൻറ്റ്സ് ഓഫ് എ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആർ ദി ഡാഷ്. അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക് എലമെൻറ്റ്സ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ബേസിക് എലമെൻറ്റ്സ് ഓഫ് എ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ഓപ്ഷൻ എ ഫീഡ്ബാക്ക് ആൻഡ് കൺട്രോൾഡ് സിസ്റ്റം, ഓപ്ഷൻ ബി കൺട്രോളർ ആൻഡ് കൺട്രോൾഡ് സിസ്റ്റം, ഓപ്ഷൻ സി കൺട്രോൾഡ് സിസ്റ്റം and servo system, option D feedback element and controlled system and controller. Here നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞതിലൊരു ചെറിയ മിസ്റ്റേക്ക് വന്നു തോന്നുന്നു. ക്വസ്റ്റ്യൻ ആണ് ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക് എലമെൻറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒരു ഫീഡ്ബാക്ക് എലമെൻറ്റ് ഉണ്ടാവും, അതുപോലെ കൺട്രോൾ സിസ്റ്റം ആൻഡ് കൺട്രോളറും ഉണ്ടാകും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 36. ക്വസ്റ്റ്യൻ ഇതാണ്, എ ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഈസ് ബേസിക്കലി ഡിഫറെൻറ്റ് ഫ്രം ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ഡ്യൂ ടു ഡാഷ്. അപ്പോൾ നമുക്കൊരു ക്ലോസ്ഡ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ബേസിക്കലി ഒരു ഓപ്പൺ ലൂപ്പ് കൺട്രോൾ സിസ്റ്റമായിട്ട് ബേസിക്കലി ഡിഫറെൻ്റ് ആവുന്നത് എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഫീഡ്ബാക്ക്, ഓപ്ഷൻ ബി സെർവോ മെക്കാനിസം, ഓപ്ഷൻ സി ആക്ച്വേറ്റിംഗ് സിഗ്നൽ, ഓപ്ഷൻ ഡി എറർ സിഗ്നൽ. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഫീഡ്ബാക്ക് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 37. ക്വസ്റ്റ്യൻ ഇതാണ്, in case of contactors the contact chatter may be due to. നമുക്കൊരു കോണ്ടാക്റ്റേഴ്സിൻ്റെ കേസിൽ കോണ്ടാക്ട് ചാറ്ററിന് കാരണം എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എക്സസീവ് ജോഗിങ്, ഓപ്ഷൻ ബി ബ്രോക്കൺ പോൾ ഷെയ്ഡർ, ഓപ്ഷൻ സി പുവർ കോണ്ടാക്ട് ഇൻ ദ കൺട്രോൾ പിക്കപ്പ് സർക്യൂട്ട്, ഓപ്ഷൻ ഡി എനി ഓഫ് ദി എബോവ്.
ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊരു കോൺടാക്ടറിൽ കോൺടാക്ട് ചാർട്ടറിനുള്ള കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. എനി ഓഫ് ദി എബവ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതുമാകാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 38. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ കോൺടാക്ടർ ഓവർ ഹീറ്റിംഗ് ഓഫ് കോൺടാക്ട്സ് മേ റിസൾട്ട് ഫ്രം എനി ഓഫ് ദി ഫോളോവിങ് എക്സെപ്റ്റ് ഡാഷ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കൊരു കോൺടാക്ടർ ഓവർ ഹീറ്റിംഗ്, അതായത് കോൺടാക്ട്സിൻ്റെ ഓവർ ഹീറ്റിങ്ങിൽ കാരണം നമുക്ക് അവിടെ ഏത് ഒഴികെയുള്ള കാരണത്താലാണ് അവിടെ നമുക്ക് ഓവർ ഹീറ്റിംഗ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ എക്സസ് കോൺടാക്ട് പ്രഷർ, ഓപ്ഷൻ ബി ഹൈ ഇൻഡക്റ്റീവ് ലോഡ്സ്, ഓപ്ഷൻ സി കോപ്പർ ഓക്സൈഡ് ഓൺ കോൺടാക്ട്സ്, ഓപ്ഷൻ ഡി ക്യാരിങ് ലോഡ് കണ്ടിന്യൂസ്ലി ഫോർ എ ലോങ് ടൈം. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, നമുക്കൊരു കോൺടാക്ടറിൽ ഓവർ ഹീറ്റിംഗ് ഓഫ് കോൺടാക്ട്സ് റിസൾട്ട് ചെയ്യുന്നത് എന്തിൽ നിന്നുമാണ്, എന്തൊഴികെ ബാക്കിയുള്ളതിൽ നിന്നാണെന്ന് ക്വസ്റ്റ്യൻ. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ എക്സസ് കോൺടാക്ട് pressure. Okay, then question number 39. In case of contactors, the magnet may become noisy due to dash. അപ്പോൾ നമുക്കൊരു കോൺടാക്ടേഴ്സിൻ്റെ കേസിൽ മാഗ്നറ്റ് നോയ്സി ആകുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ ഡേർട്ട് ഓർ റസ്റ്റ് ഓൺ മാഗ്നറ്റ് ഫേസസ്, മാഗ്നറ്റ് ഫേസിൽ ഡേർട്ട് അല്ലെങ്കിൽ റസ്റ്റ് ഒക്കെ ഉണ്ടാകുമ്പം. ഓപ്ഷൻ ബി ലോ വോൾട്ടേജ്, ഓപ്ഷൻ സി ബ്രോക്കൺ പോൾ ഷെയ്ഡർ, ഓപ്ഷൻ ഡി എനി ഓഫ് ദി എബവ്. ഹിയർ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമുക്ക് ഒരു കോൺടാക്ടറിൻ്റെ മാഗ്നറ്റിൽ നോയ്സ് വരാനുള്ള കാരണം എന്താണെന്നാണ്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി എനി ഓഫ് ദി എബവ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 40. The failure of a thermal relay may occur due to dash. നമുക്കൊരു തെർമൽ റിലേയുടെ ഫെയിലർ ഉണ്ടാകുന്നത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മോട്ടോർ ആൻഡ് റിലേ ഇൻ ഡിഫറെൻറ്റ് ആംബിയൻറ്റ് ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി റിലേ പ്രീവിയസ്ലി ഡാമേജ്ഡ് ബൈ ഷോർട്ട് സർക്യൂട്ട്, ഓപ്ഷൻ സി മെക്കാനിക്കൽ ബൈൻഡിങ്, ഓപ്ഷൻ ഡി എനി ഓഫ് ദി എബവ്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു തെർമൽ റിലേയുടെ ഫെയിലറിന് കാരണമാകുന്നത് എപ്പോഴാണെന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, എനി ഓഫ് ദി എബവ്. ഇതിലേത് റീസൺ നമുക്ക് വരാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 41. വിച്ച് ഓഫ് ദി ഫോളോവിങ് സൈറ്റ് വിൽ ബി പ്രിഫേർഡ് ഫോർ എർത്തിങ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊരു എർത്തിങ്ങിന് പ്രിഫർ ചെയ്യുന്ന സൈറ്റ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വെറ്റ് മാഷി ഗ്രൗണ്ട്, ഓപ്ഷൻ ബി ക്ലേ സോയിൽ, ഓപ്ഷൻ സി ലോം മിക്സ്ഡ് വിത്ത് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് സാൻഡ്, ഓപ്ഷൻ ഡി ഡാംപ് ആൻഡ് വെറ്റ് സാൻഡ് പിറ്റ്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് എർത്തിങ്ങിന് പ്രിഫേർഡ് ആയിട്ടുള്ള സൈറ്റാണ്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വെറ്റ് മാഷി ഗ്രൗണ്ട്. Okay, then next question, question number 42. Which application below would be an appropriate use of a contactor? താഴെ തന്നിട്ടുള്ളതിൽ നമുക്കൊരു കോണ്ടാക്ടറിൻ്റെ അപ്രോപ്രിയേറ്റ് യൂസ്, അല്ലെങ്കിൽ ഏത് അപ്ലിക്കേഷനിലാണ് നമുക്കൊരു കോണ്ടാക്ടറിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ control of a hydraulic solenoid valve, option B interfacing to an air pressure switch, option C turning on an indicator lamp, option D turning on warehouse lights. Here correct answer option D ആണ്, turning on warehouse lights ആണ് correct answer. Okay, then question number 43. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ എ പവർ സ്റ്റേഷൻ ലോഡ് സെൻറ്റർ മീൻസ് ഡാഷ്. നമുക്കൊരു പവർ സ്റ്റേഷനിൽ ലോഡ് സെൻറ്റർ എന്നുള്ള മീൻ ചെയ്യണത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെൻറ്റർ ഓഫ് മാക്സിമം ലോഡ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, ഓപ്ഷൻ ബി സെൻറ്റർ ഓഫ് കോൾ ഫീൽഡ്സ്, ഓപ്ഷൻ സി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം, ഓപ്ഷൻ ഡി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രിക്കൽ ലോഡ്. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു പവർ സ്റ്റേഷനിൽ ലോഡ് സെൻറ്റർ നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണെന്നാണ്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 44. ക്വസ്റ്റ്യൻ ഇതാണ്,
The generating voltage and frequency in India is about. അതായത് നമുക്ക് ഇന്ത്യയിലെ ജനറേറ്റിംഗ് വോൾട്ടേജ് ഫ്രീക്വൻസി എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ജനറേറ്റിംഗ് വോൾട്ടേജും ഫ്രീക്വൻസിയും. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 11 kV and 60 Hz, ഓപ്ഷൻ ബി 11 kV and 50 Hz, ഓപ്ഷൻ സി 220 kV and 60 Hz, ഓപ്ഷൻ ഡി 220 kV and 50 Hz. അപ്പോൾ നമ്മൾക്ക് ഇത് എല്ലാവർക്കും വളരെ അധികം അറിയുന്ന ഒരു ആൻസർ തന്നെയാണ് അല്ലേ? സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 11 kV and 50 Hz. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 45. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ടൈപ്പ് ഓഫ് സിസ്റ്റം ഈസ് ജനറലി അഡോപ്റ്റഡ് ഫോർ ദി ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ? ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് തന്നിട്ടുള്ളതിൽ ഏത് സിസ്റ്റമാണ് ജനറലി അഡോപ്റ്റ് ചെയ്യുന്നത് ജനറേഷനും അതുപോലെ ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവറിൻ്റെ ട്രാൻസ്മിഷനും ജനറേഷനും ഒക്കെ വേണ്ടിയിട്ട് താഴെ തന്നിട്ടുള്ള ഏത് സിസ്റ്റമാണ് ജനറലി അഡോപ്റ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 3 phase 4 wire, ഓപ്ഷൻ ബി 2 phase 3 wire, ഓപ്ഷൻ സി 3 phase 3 wire, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ജനറേഷനും ട്രാൻസ്മിഷനാണ് അല്ലേ? ഇലക്ട്രിക്കൽ പവറിൻ്റെ ജനറേഷനും ട്രാൻസ്മിഷനും മാത്രമായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ഡിസ്ട്രിബ്യൂഷൻ പറയുന്നില്ല. സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 3 phase 3 wire സിസ്റ്റമാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 46. The rated voltage of a 3 phase power system is given by dash. നമുക്കൊരു 3 phase പവർ സിസ്റ്റത്തിന് റേറ്റഡ് വോൾട്ടേജ് എങ്ങനെയാണ് തരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ RMS പീക്ക് വോൾട്ടേജ്, ഓപ്ഷൻ ബി പീക്ക് ഫേസ് വോൾട്ടേജ്, ഓപ്ഷൻ സി RMS ലൈൻ ടു ലൈൻ വോൾട്ടേജ്, ഓപ്ഷൻ ഡി പീക്ക് ലൈൻ ടു ലൈൻ വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ള റേറ്റഡ് വോൾട്ടേജ് ഓഫ് എ 3 phase പവർ സിസ്റ്റം എന്നാണ്. ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, RMS ലൈൻ ടു ലൈൻ വോൾട്ടേജ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 47. വിച്ച് ഓഫ് ദീസ് സിസ്റ്റംസ് യൂസസ് ദ 3 phase 4 wire സിസ്റ്റം? നമുക്കൊരു തന്നിട്ടുള്ളതിൽ ഏത് സിസ്റ്റത്തിലാണ് 3 phase 4 wire സിസ്റ്റം യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ ബി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, ഓപ്ഷൻ സി പ്രൈമറി ട്രാൻസ്മിഷൻ, ഓപ്ഷൻ ഡി സെക്കൻഡറി ട്രാൻസ്മിഷൻ. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് 3 phase 4 wire സിസ്റ്റമാണ്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണ് കറക്റ്റ് ആൻസർ. Okay, then question number 48. With the same maximum voltage to earth, which among the following AC systems with 0.8 power factor will need more copper compared to 2 wire system? ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കൊരു സെയിം മാക്സിമം വോൾട്ടേജ് ടു എർത്ത്, അതുപോലെ ഫോളോവിങ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ പവർ ഫാക്ടർ ഉണ്ട് 0.8 പവർ ഫാക്ടർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു AC സിസ്റ്റം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ 2 wire സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പം മോർ കോപ്പർ ആവശ്യമുള്ളത് ഏതിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? ഓക്കെ, ഓപ്ഷൻ എ സിംഗിൾ ഫേസ് 2 wire, ഓപ്ഷൻ ബി സിംഗിൾ ഫേസ് 3 wire, ഓപ്ഷൻ സി 3 phase 3 wire, ഓപ്ഷൻ ഡി 3 phase 4 wire. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളതാണ് വിത്ത് ദ സെയിം മാക്സിമം വോൾട്ടേജ് ടു എർത്ത് വിച്ച് അമംഗ് ദ ഫോളോവിങ് AC സിസ്റ്റം വിത്ത് 0.8 പവർ ഫാക്ടർ വിൽ നീഡ് മോർ കോപ്പർ കമ്പയർഡ് ടു 2 wire സിസ്റ്റം. 2 wire സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കോപ്പർ ആവശ്യമുള്ളത് താഴെ പറഞ്ഞിട്ടുള്ള ഏത് AC സിസ്റ്റത്തിനാണ് എന്നാണ്. അതായത് സെയിം മാക്സിമം വോൾട്ടേജ് എർത്താണ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ 0.8 പവർ ഫാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 3 phase 4 wire സിസ്റ്റമാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 49. In transmission system, the weight of copper used is proportional to dash. നമുക്ക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ കോപ്പറിൻ്റെ വെയ്റ്റ് എന്തിന് പ്രപ്പോർഷണലായിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ സ്ക്വയർ ഓഫ് വോൾട്ടേജ്, ഓപ്ഷൻ ബി വോൾട്ടേജ്, ഓപ്ഷൻ സി 1/സ്ക്വയർ ഓഫ് വോൾട്ടേജ്, ഓപ്ഷൻ ഡി 1/വോൾട്ടേജ്. അപ്പോൾ നമുക്ക് അവിടെ എടുക്കുന്ന കോപ്പറിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ
സിക്ക് പ്രപ്പോർഷൻ, അതായത് 1/² ഓഫ് വോൾട്ടേജ്, 1/V² പ്രപ്പോർഷനായിട്ടാണ് കോപ്പറിൻ്റെ വെയിറ്റ് നമ്മൾ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ എടുക്കുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 50. ലൈൻ എഫിഷ്യൻസി ഇൻക്രീസസ് ഫോർ ഡാഷ് ട്രാൻസ്മിഷൻ വോൾട്ടേജസ്. അതായത് നമുക്ക് ഏത് ട്രാൻസ്മിഷൻ വോൾട്ടേജസിനാണ് ലൈൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നത്, താഴെ പറഞ്ഞ ഏത് ട്രാൻസ്മിഷൻ വോൾട്ടേജിനാണ് ലൈൻ എഫിഷ്യൻസി ഇൻക്രീസ് ആവുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹയർ, ഓപ്ഷൻ ബി ലോവർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അതായത് നമുക്ക് ഹയർ ട്രാൻസ്മിഷൻ വോൾട്ടേജ്, അതായത് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഹയർ ആവുന്നതിനനുസരിച്ചിട്ടാണ് ലൈൻ എഫിഷ്യൻസി ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ലൈൻ എഫിഷ്യൻസി ഇൻക്രീസസ് ഫോർ ഹയർ ട്രാൻസ്മിഷൻ വോൾട്ടേജസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2019 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം IT ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് തിയറിക്ക് 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് എക്സ്പീരിയൻസ് ആവാൻ നിങ്ങളിത് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ITI ട്രെയിനേഴ്സിന് അതുപോലെ തന്നെ ബാക്കിയുള്ള ഒബ്ജക്റ്റീവ് എക്സാമുകൾ, നമ്മുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ എക്സാമുകൾക്കും ഇതെന്നുള്ള പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ എന്താ പറയുക, ഒരു എക്സാം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പെർട്ടിക്കുലർ സിലബസ് പറഞ്ഞാലും നമ്മൾക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഏകദേശം പലതും സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ തന്നെ വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സാമുകൾക്കും ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരെ താങ്ക് യു.